നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഈ ചൂടുകാലത്ത് സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷ നേടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നതിനാൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വർദ്ധിച്ചുവരുന്ന താപനില, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതവും മൂലം കഠിനമായ ചൂടിൽ ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് നിർജ്ജലീകരണം, ചൂട് ക്ഷീണം ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നിവയ്ക്ക് പോലും കാരണമാകും. കടുത്ത വേനൽക്കാല സാഹചര്യങ്ങളിൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യവുമാണ്. ദാഹം തോന്നുമ്പോഴൊക്കെ ശരീരം നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടാകും. ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുകയും തേങ്ങാവെള്ളം, മോര് തുടങ്ങിയ പ്രകൃതിദത്ത പാനീയങ്ങൾ കുടിക്കേണ്ടതും പ്രധാനമാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ഊർജ്ജനിലയെയും മൊത്തത്തിലുള്ള പ്രകടനത്തെയും നേരിട്ട് ബാധിക്കുന്നു. ചൂടിനെ നേരിടാൻ ദൈനംദിന ദിനചര്യകളും ക്രമീകരിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം പരമാവധി ഒഴിവാക്കണം. പുറത്തിറങ്ങുമ്പോൾ ഭാരം കുറഞ്ഞതും അയഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ, സംരക്ഷണത്തിനായി സൺഗ്ലാസുകൾ എന്നിവ തിരഞ്ഞെടുക്കുക. സൺസ്ക്രീൻ പുരട്ടുന്നതും ഒരുപോലെ പ്രധാനമാണ്. കാരണം ഇത് ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുകയും താപ ആഗിരണം കുറയ്ക്കുകയും ചെയ്യുന്നു. ശരീര താപനില നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണക്രമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വെള്ളിരിക്ക, തണ്ണിമത്തൻ, ഇലക്കറികൾ തുടങ്ങിയ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കും. എണ്ണമയമുള്ളതും അമിതമായി എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവ ശരീര താപനില വർദ്ധിപ്പിക്കും. ഇൻഡോർ കൂളിംഗ് തന്ത്രങ്ങളും ഒരുപോലെ പ്രധാനമാണ്. ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കുക. നേരിട്ടുള്ള സൂര്യപ്രകാശം തടയാൻ സാധ്യമാകുമ്പോഴെല്ലാം തണലുള്ളതോ എയർ കണ്ടീഷണർ ചെയ്തതോ ആയ ഇടങ്ങളിൽ സമയം ചെലവഴിക്കുക. മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. നിരന്തരമായ ക്ഷീണം, തലകറക്കം, ഓക്കാനം, അമിതമായ വിയർപ്പ്, ആശയക്കുഴപ്പം തുടങ്ങിയ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചൂട് കൂടുമ്പോൾ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. വെയിൽ കഠിനമായി കൊള്ളുന്നവർക്കാണ് സൂര്യാഘാതം ഏൽക്കുന്നത്. ചൂട് കനക്കുന്ന മണിക്കൂറുകളിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കുകയാണ് പ്രധാനമായി ചെയ്യേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള വെയിലാണ് ഏറ്റവും ശക്തിയേറിയതും സൂര്യാഘാതത്തിന് സാധ്യതയൊരുക്കുന്നതും. ചൂടുള്ള സമയങ്ങളിൽ കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സൂര്യാഘാതമേറ്റുവെന്ന് ഉറപ്പായാൽ ആ വ്യക്തിയെ തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്ത് അല്പനേരം ഇരുത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.